എടാ മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. പോടാ കൊരങ്ങ. കിട്ടിയില്ലോ. കിട്ടിയില്ലേ? വല്ല കാര്യം കിച്ചോ എന്തേടാ മാറ് കിച്ചോ എന്താടാ മനുഷ്യന്റെ ശ്രദ്ധ എന്താടാ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? അത് ശരി അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ. നാണക്കെടാ. എടാ ഇത്രയും കാലമായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ. കഷ്ടം. ടിപ്പു ഇവന് സംസാരിക്ക. എടാ ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല ഞാനിങ്ങനെ ഏയ്. എന്താടാ? ശാവങ്ങൾ എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേളതാ. ഉഫ്. എടാ എടാ നിന്റെ ആള് വന്നടാ. പോയി സംസാരിക്കടാ. എടാ ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ ചെല്ലടാ പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ പോയി പറ. എന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ പോടാ. പോടാ. പോയി പറഞ്ഞു. മിന്നു. ആ എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. ആഹാ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാൻ പറയാടാ. ഉം. അവർക്കെന്തോ അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ട, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? ചേടാ എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മറഡോനയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങാനും വായി നോക്കിയാ ഇല്ലില്ല. എങ്ങാനും വായി നോക്കിയാ ഞാൻ അറിഞ്ഞ കൊല്ലില്ല. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയും. എടാ തക്കാളി മേടിച്ചിട്ട് വാടാ. പോവമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. എടാ കിച്ചോ, കിച്ചുട്ടാ. എന്താ അമ്മ? നീ അമ്മേനോടൊന്നും പറയുന്നില്ലെങ്കിലോ? എല്ലാം അറിയണ്ടട്ടാ ഞാൻ. അമ്മ എന്തറിഞ്ഞു നീ പറയണേ? അയ്യോ, അവൻ അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ, ഈ നാട്ടുകാരും അയൽക്കൂട്ടത്തിലെ ആൾക്കാരൊക്കെ പലതും പറയും. അത് കേട്ട് അമ്മ എന്നെ സംശയിക്കരുത്. എടാ ഓ, ആ മിന്നുട്ടി നീയും തമ്മില് എന്തോ ലവാന്നോ എന്തോ പറയണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? പെൺകുട്ടി ഞാനും തമ്മില് ലവ് ഒന്ന്. ലവ്വോ? അയ്യോ, അവൻ കേട്ടിട്ടില്ല. ലവ്ന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അതിപ്പോ നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത? ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ പറഞ്ഞതൊന്നും അമ്മ അങ്ങനെ വിശ്വസിക്കണ്ട. അപ്പൊ ഒരു വെറുതെ പറയുന്ന? വെറുതെ പറഞ്ഞു തന്നെ ആയിരിക്കും. ശരിക്കും അതിപ്പോ അങ്ങനെ എങ്ങനെ പറ്റിപ്പോയി. എടാ കുഴപ്പമൊന്നുമില്ലടാ. നീ എന്തായാലും പിടിച്ചത് പുളിങ്കൊമ്പാണല്ലോ. ഞാൻ പുളിങ്കൊമ്പായതുകൊണ്ടൊന്നല്ല പിടിച്ചത്. ആൾക്കാർ വെറുതെ ഓരോ പിന്നെ വെറുതെ പറയാൻ ആൾക്കാർക്ക് വട്ടല്ലേ. എടാ അവക്ക് എന്താടാ കുഴപ്പം? കാണാനും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല മുടിയാണ്. അപ്പൊ നീ നോക്കിയിട്ടുണ്ട്? അത് പിന്നെ
എടാ ഞാൻ അവളെ മരുമോളായിട്ടല്ല എന്റെ മോളായിട്ട് കണ്ടുപോയി. അമ്മ കണ്ടു അമ്മ. ആണോ? ഉം, ശരിക്കും? ഉം, ശരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. ഉണ്ടോന്ന് ചോദിച്ചാ ശരി. അയ്യടാ അവന്റെ ഒരു പുന്നാരം. പോയി തക്കാളി മേടിച്ചിട്ട് വാടാ. അതെ, ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ എന്നെ അവളിയും പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു? അയ്യോ പറഞ്ഞു തരട്ടെ മോനെ, പറഞ്ഞു. പറയട്ടെ. കൂടെ ചെന്ന് തക്കാളി മേടിക്കടാ. അവന്റെ ഒരു കൊഞ്ചല്. തക്കാളി വാങ്ങിക്കൊണ്ടെന്നാ പറയോ? പറയില്ല? ഇപ്പൊ തന്നെ പറയട്ടെ? വേണ്ട, പറയട്ടെ? വേണ്ടെന്നേ. എന്നാ പോടാ. പോട്ടെ, പോയിട്ട് വരാം. അമ്മയുടെ ഒരു കാര്യം. വയസ്സായ തന്തേ നിൻ ചൂടിലെന്തേ ഒന്ന് നോക്കി നടക്കോ? നടക്കങ്ങട്. മിന്നും ടീമുതാ വരുന്ന. ഈ ടിപ്പില്ലടാ കൂടെ. നീ മുന്നിൽ നടന്നടാ. നടക്കങ്ങട്. നടന്നില്ലേ പറ്റൂ. നടക്കങ്ങട്. പുറകിലുണ്ടല്ലേ? അവന്റെ പുറകിലൊരു 10 ആളുണ്ടെന്ന് കൂട്ടിക്കോ. നടക്കങ്ങോട്ട്. തല്ലാണെ തല്ല്. അല്ല പിന്നെ ഹായ്, മുണ്ടയിച്ചിടാ. നീയും വേണേ മുണ്ടയി. ഇനി അങ്ങോട്ട് നടന്നുറോ. ഉണ്ടായിക്ക് തലേ കെട്ട് എന്ത് വേണേലും ചെയ്യാ. എന്താ കളിയൊന്നുമില്ലേ? പടാ നോക്കി പോയിക്കോട്ടോ. ചെറിയ വരുമ്പോ പ്രിയമുള്ളവരെ, സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി കിച്ചു എന്ന കൃഷ്ണകുമാറിന് ജന്മനാട് സ്നേഹാദരമൊരുക്കുകയാണ്. അതിലേക്ക് ഏവരെയും ഞങ്ങൾ സാർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആ കുഞ്ഞിരാമ, എന്താ എന്റെ സാവിത്രിന്റെ വർത്താനം? സാവിത്രിക്ക് കുഴപ്പമൊന്നുമില്ല. കൊഴപ്പില്ലല്ലേ? നാളെ കുടുംബത്തിലൊരു കല്യാണം അതിന് പോണം. പോവണം. ആ പിന്നെ കല്യാണത്തിയേ മോനെ സന്തോഷ് ട്രോഫിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നല്ല കാര്യല്ലേ? ഇത് എല്ലാവർക്കും കിട്ടണ ഭാഗ്യല്ലേ? ഫുട്ബോൾ കളിക്കാൻ പോണം. പറഞ്ഞേക്കണം, ഓനെ ഉഷാറാക്കണം. കുഞ്ഞിരാമ, കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടിയെന്ന് കേട്ട്. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. നല്ല കാര്യല്ലേ അത്? അതെ, എനിക്ക് സാധിക്കാതെ പോയതൊക്കെ കിച്ചുവിലൂടെ സാധിക്കണം ഇപ്പൊ. അങ്ങനെയാണോ ജീവിതം? നമുക്ക് പറ്റാത്ത കാര്യം നമ്മുടെ മക്കളാ ചെയ്ത, അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ? അതെ, ഒരു ബൂട്ട് വാങ്ങിക്കണം. ആ വാങ്ങിക്കണോ? ചെങ്ങന്മാർക്കൊക്കെ ഉണ്ട്, അവന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് വാങ്ങിച്ചു കൊടുക്കണോ? നമുക്ക് എന്തെന്ന് വെച്ചാ ചെയ്യാന്ന്. ഒന്ന് നമ്മുടെ നാടിന്റെ മുത്താണ്, സന്തോഷാണ് അല്ലേ? നിങ്ങളെല്ലാ സഹായത്തിനും നമ്മളുണ്ട് കൂടെ. നീ കുറച്ച് ഗ്രൗട്ടും കേട്. ഞാൻ എടുത്തു തരാം. ശരി. ഞാനിപ്പോ